പശ്ചിമബംഗാളിലേക്കാണ്. പശ്ചിമബംഗാൾ മമതാ ബാനർജി കാലങ്ങളായി പശ്ചിമബംഗാളിൽ BJPയെ അവിടെ കടുപ്പിക്കാതെ തൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ മമതയുടെ കാലിടറിയിരിക്കുന്നു. BJP അധികാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പശ്ചിമബംഗാളിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. ദാവൂദ് പശ്ചിമബംഗാളിൽ ഇത്തവണ മറിയാനുള്ള സാധ്യത നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു. എക്സിറ്റ് പോളുകളിലെല്ലാം തന്നെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഒപ്പം SIRൻ്റെ വലിയ ഒരു കളികൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം വളരെ നേരത്തെ തന്നെ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വലിയ ഇടപെടൽ, പ്രത്യേകിച്ചും അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും പൂർണ്ണമായി മാറ്റിക്കൊണ്ടുള്ള അവരെ വീടുകളിൽ നിന്ന്, ക്യാമ്പ് ഓഫീസുകളിൽ നിന്ന് വരെ മാറ്റിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും കേന്ദ്രം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതുകൊണ്ട് തന്നെ മമതയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാണോ? അല്ല, ഒന്നാമത്തെ കാര്യം വെസ്റ്റ് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇതുവരെ നമ്മുടെ കേരളത്തിലെ മാതിരി ഒരു സ്റ്റേബിൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അതിനർത്ഥം BJP വിജയിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് അവിടെ ഇത് നടക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിയില്ല. ഇപ്പം മമതയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ലോ ആകുന്നത് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ ഉണ്ട്, നമ്പർ 1. പിന്നെ ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞിരുന്നു, വെസ്റ്റ് ബംഗാളിലെ പ്രധാന മത്സരം TMCയും BJPയും തമ്മിലല്ല, TMCയും ഇലക്ഷൻ കമ്മീഷനും തമ്മിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി സെൻട്രൽ ഫോഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സെൻട്രൽ എംപ്ലോയീസിനെയാണ് ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം. അതുകൊണ്ട് മമതാ ബാനർജി വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം. അതിലൊരു ജൂനിയർ പ്ലെയർ മാത്രമാണ് യഥാർത്ഥത്തിൽ BJP എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു കാര്യം, ഏതാണ്ട് 1 കോടി മനുഷ്യരാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. അവരാരാണ്, എന്താണ്, ഇതിനെക്കുറിച്ച് നോക്കൂ. ഇത് ആരാണെന്ന് പരിശോധിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ പറയുന്ന SIR പ്രക്രിയ നടക്കുന്നത്. അതിനിടയിൽ എന്തെല്ലാം നാടകങ്ങളാണ് ഉണ്ടായത്. സുപ്രീം കോടതി ഇടപെടുന്നു, സുപ്രീം കോടതിയിൽ മമതാ ബാനർജി പോകുന്നു, സുപ്രീം കോടതി തന്നെ അവരുടെ മേൽനോട്ടത്തിൽ ഒരു കമ്മിറ്റിയെ വെക്കുന്നു. സുപ്രീം കോടതി എക്സിക്യൂട്ടീവിൻ്റെ ജോലി ഏറ്റെടുത്ത ഒരു അസാധാരണമായ സാഹചര്യമാണ് അവിടെ കാണുന്നത്. ജഡ്ജിമാരുടെ ഒരു പാനൽ ഉണ്ടാക്കുന്നു, അവരിതിൽ ഇടപെടുന്നു. പിന്നെ പുറത്താക്കപ്പെട്ടവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. അങ്ങനെ അങ്ങേയറ്റം കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയായിരുന്നു. ചുരുക്കി 90 ലക്ഷം മനുഷ്യർ വോട്ടില്ലാത്തവരായി മാറിയിട്ടുണ്ട് ഈ പ്രക്രിയയിലൂടെ. 90 ലക്ഷം എന്ന് പറഞ്ഞാൽ നിസ്സാര സംഖ്യയല്ല. അതെന്താണ്, ആരാണ് എന്നുള്ള അതേക്കുറിച്ചുള്ള ഒരു കണക്കെടുപ്പ് എനിക്ക് തോന്നി അതിൻ്റെ പ്രാഥമികമായ കണക്കെടുപ്പ് പോലും നടത്താനുള്ള സാവകാശം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിനെതിരെയാണ് മമതാ ബാനർജി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഫൈറ്റർ എന്നുള്ള നിലയിൽ ആ ഒരു അസാധാരണമായിട്ടുള്ള ഇച്ഛാശക്തിയും അസാധാരണമായിട്ടുള്ള പോരാട്ടവീര്യമാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല. അപ്പോഴും എനിക്കത് 88 സീറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അതൊരു മോശം നമ്പറല്ല. എന്താ പറയുക, സമ്പൂർണ്ണമായ പരാജയം എന്ന് പറയാവുന്ന അവസ്ഥയൊന്നുമല്ല. അവരുടെ പൊളിറ്റിക്സ് അവിടെയുണ്ട്, അവരുടെ സാന്നിധ്യം അവിടെയുണ്ട്. ബംഗാൾ രാഷ്ട്രീയത്തിൽ മമതാ ബാനർജിയും TMCയും പ്രസക്തമായ സാന്നിധ്യമായിട്ട് തന്നെയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കിയാൽ ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഭൂരിപക്ഷത്തിലേക്ക് BJP പോവുകയാണ്. അത് ബംഗാളിൻ്റെ രാഷ്ട്രീയത്തിൽ, ഞാൻ വിചാരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരെ ഒരു ഒരു വലിയ തോതിലുള്ള ഒരു ഷിഫ്റ്റ്, ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഞാൻ പറയുന്നത് ബംഗാളിലെ ഫലമാണ്. ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിന്ദുത്വ മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ജിനിയോളജി എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിന്ദുത്വ ഫോം ചെയ്യപ്പെടുന്നത് എവിടെയാണ്? അത് ബംഗാളിൽ നിന്നാണ്. ഇന്ത്യൻ ഹിന്ദുത്വ മൂവ്മെൻറ്റ്, അതിൻ്റെ കൾച്ചറൽ ലീനേജ് കിടക്കുന്നത്, അതിൻ്റെ രൂപീകരണം, അതിൻ്റെ ഫോമേഷൻ കിടക്കുന്നത് യഥാർത്ഥത്തിൽ അനുശീലൻ സമിതിയുണ്ട്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുണ്ട്, ശ്യാംപ്രസാദ് മുഖർജിയുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഹിന്ദുത്വയുടെ ക്രൈഡിൽ എന്ന് പറയാവുന്ന, കളിത്തൊട്ടിൽ എന്ന് പറയാവുന്ന ഭൂപ്രദേശമാണ് വെസ്റ്റ് ബംഗാൾ. പക്ഷേ രാഷ്ട്രീയമായി അവരുടെ കയ്യെത്താ ദൂരത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 10-15 വർഷമായി RSSൻ്റെ, ഞാൻ പറയുന്നു BJPയുടെ അല്ല, RSSൻ്റെ ലക്ഷ്യമായിരുന്നു ബംഗാൾ പിടിക്കുക എന്നുള്ളത്. അതിന് വേറെയും പല കാരണങ്ങളുണ്ട്. ബംഗ്ലാദേശുമായുള്ള അതിർത്തി, ഇങ്ങനെയൊക്കെയുള്ള അവിടുത്തെ പോപ്പുലേഷൻ, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. RSSൻ്റെ കാര്യകർത്താക്കളെ നേരിട്ട് നിയോഗിച്ച് BJPയുടെ പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ അതേക്കാൾ വോള്യത്തിൽ ഗ്രൗണ്ട് ലെവലിൽ RSS കാര്യകർത്താക്കൾ, RSS പ്രചാരകന്മാർ അവിടെ താമസിച്ച് വർഷങ്ങളായി തന്നെ 10 വർഷത്തിലധികമായി പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്.
BJP ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പണിയെടുക്കുമ്പം RSS കൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പണി അടിത്തട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൊടുന്നനെ BJP ഒരു വിജയം നേടിയതല്ല. ദീർഘകാലത്ത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്തുണ്ട്. ദീർഘകാലത്തെ കഠിനമായ അവരുടെ പ്രയത്നമുണ്ട്. അതിൻ്റെ കൂടെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സംഗതികളുണ്ട്. അതെല്ലാം കൂടി വന്നപ്പോൾ മമതാ ബാനർജിയുടെ ആ പോരാട്ടം ഒരർത്ഥത്തിൽ അവരുടെ ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്ന സംഗതിയാണ്. അതിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അപ്പോഴും മമതാ ബാനർജി എന്നുള്ളത് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട്, ഒരു പൊളിറ്റിക്കൽ കറണ്ടായിട്ട് അവിടെയുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഔട്ട് ഓഫ് ഹൗസ് പറഞ്ഞിരുന്നു, സെക്രട്ടേറിയറ്റിലുള്ള അല്ലെങ്കിൽ CM ഓഫീസിലുള്ള മമതാ ബാനർജിയേക്കാൾ പവർഫുൾ എപ്പോഴും തെരുവിലുള്ള മമതാ ബാനർജി ആയിരിക്കും. അവരുടെ പാർട്ടിയുടെ സ്ട്രീറ്റ് പവർ അവിടെ ഉണ്ടായിരിക്കും. ബംഗാൾ കൂടുതൽ കലുഷമായ, കൂടുതൽ തീക്ഷ്ണമായ രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവർ അധികാരത്തിൽ വന്നാൽ നിശ്ചയമായിട്ടും അവർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെന്ന് നമുക്കറിയാം. കാരണം 1 കോടി മനുഷ്യർ വോട്ടർ പട്ടികയിൽ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാം ഗുസ്പേട്ടുകളാണ്, ചിതലുകളാണ്, നുഴഞ്ഞുകയറ്റക്കാരാണെന്നാണ് BJPയുടെ ഏതെങ്കിലും സൈബർ ഹാൻഡിലുകളല്ല അമിത്ഷാ തന്നെ പ്രസംഗിച്ചിട്ടുള്ളത്. ചിതലുകളെ നമ്മളിവിടുന്ന് ഓടിക്കുമെന്നാണ് പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഈ ദശലക്ഷക്കണക്കിന് മനുഷ്യരില്ലേ, ഇവരോട് ഈ BJP ഭരണകൂടം എന്ത് സമീപനമായിരിക്കും സ്വീകരിക്കുക എന്ന ഗുരുതരമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അതവിടെ സൃഷ്ടിക്കുന്ന സാമൂഹികമായ കാലുഷ്യങ്ങൾ എന്തായിരിക്കും എന്നൊരു പ്രശ്നമുണ്ട്. അതിനോട് ബഹുജനങ്ങളുടെ ഭാഗത്തു നിന്ന്, മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്താണെന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ കാലുഷ്യം നിറഞ്ഞ ഒരു നാളെയിലേക്കാണ് ബംഗാൾ പോകുന്നത് കാണാൻ പറ്റും. BJPയെ സംബന്ധിച്ചത് ഞാൻ വിചാരിക്കുന്നു അവരുടെ രാഷ്ട്രീയ പാർലമെൻ്ററി ഹിസ്റ്ററിയിൽ അവർക്ക് ഏറ്റവും ആഹ്ലാദിക്കാവുന്ന ഒരു ദിവസമായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ഭരണഘടനാ ഭേദഗതി പാസ്സാകാതെ പോയി. പ്രധാനപ്പെട്ട കാരണം അവർക്ക് രാജ്യസഭയിലൊന്നും വലിയ സീറ്റുകളില്ല, ലോക്സഭയിലില്ല, അതുപോലെ രാജ്യസഭയിലുമില്ല. പക്ഷേ ബംഗാളിനെ പോലുള്ള വലിയൊരു സംസ്ഥാനത്ത് ഭരണം കിട്ടുമ്പോൾ രാജ്യസഭാ എംപിമാരുടെയൊക്കെ എണ്ണം വർദ്ധിക്കും. അങ്ങനെ വലിയ സാധ്യതകളാണ് BJPക്ക് തുറക്കുന്നത്. കറക്റ്റ്. അത് ഇപ്പോൾ പാർലമെൻ്ററി ആയിട്ട് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജാണ് നൗഫൽ പറഞ്ഞത്. വളരെ ശരിയാണത്. മാത്രമല്ല, ഇപ്പോൾ ബംഗാൾ ഭരണം ലഭിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പദ്ധതികൾ നടപ്പാക്കാനുള്ള അവരുടെ ഒരു ത്രഷോൾഡാണ്. അവിടുന്നാണ് അത് ആരംഭിക്കേണ്ടത്. കാരണം നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ ഗുജറാത്തിൽ നിരന്തര അധികാരത്തിൽ ഉണ്ടായാലും, ഇപ്പോൾ കർണാടകത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ മഹാരാഷ്ട്രയിലോ ഒക്കെ ഉണ്ടായാലും ഒക്കെ മതിയാവാത്ത, അവിടെയൊക്കെ അധികാരത്തിലിരുന്നാലും മതിയാവാത്ത ചില ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ അവർക്ക് ബംഗാൾ നിർബന്ധമാണ്. അത് അവരുടെ ഈ 100 വർഷ പദ്ധതിയുടെ RSSൻ്റെ ഈ 100 വർഷം പിന്നിടുമ്പോഴുള്ള ഒരു നാഴികക്കല്ലായിട്ട് നമ്മൾ കാണേണ്ടി വരും ബംഗാളിലെ അവരെ വിജയം. അതിൽ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് അവർ അന്യവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന വിഭാഗത്തിൻ്റെ, അവരുടെ ഒന്നാമത്തെ ശത്രുവായിട്ട് അവർ കാണുന്ന RSS കാണുന്ന മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ അവരെ തുടച്ചു നീക്കുക. നമ്മളതാണ് പറയുന്നത്. തുടച്ചു നീക്കാൻ ഉള്ള പദ്ധതി നടപ്പാക്കണമെങ്കിലുള്ള ഒരു കളമൊരുക്കൽ ഏറ്റവും സാധ്യമായത് അവിടെയാണ്. മറ്റൊന്ന് അസമാണ്. അസം ഓൾറെഡി അവരത് നേടിക്കഴിഞ്ഞു. ഇത്തവണ അത് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. 100 സീറ്റാണ് ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ടത്. അപ്പോൾ 100 സീറ്റ് വരെ നേടിക്കൊണ്ട് അവിടെ വീണ്ടും അവർ സ്ഥാപിച്ചെടുക്കുക. അപ്പോൾ അസമും ബംഗാളും, അസം മാത്രം പോരാ, ശരിക്കും അസമും ബംഗാളും ചേർന്നാൽ മാത്രമേ അവർക്കത് ശരിക്കും നടപ്പാക്കാൻ കഴിയൂ. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ എന്ന് പറഞ്ഞാൽ 2000 കിലോമീറ്ററിന് അധികം ദൂരത്തിലുണ്ട്. അതിൽ ബംഗ്ലാദേശിൽ ഈ വേലി കെട്ടാതെ കിടക്കുന്നത് തന്നെ ഏതാണ്ട് 600 ചില്ലുവാനും കിലോമീറ്ററാണ് വരുന്നത്. 600 ചില്ലാണോ 523 അങ്ങനെ എന്തോ ആണ്. എനിവേ, അത്രയും ദൂരം വേലി കെട്ടാതെ കിടക്കും. ഈ വേലി കെട്ടാതെ കിടക്കുന്നതിലൂടെയാണ് ഈ ഇൻഫിൽട്രേറ്റേഴ്സ് മുഴുവൻ വരുന്നത് എന്നതാണ് പ്രധാനമായിട്ടും ഇവരുടെ ഒരു ആരോപണം. അത് ഇത്രയും കാലം നടപ്പാക്കാതിരിക്കുന്നതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് മമതാ ബാനർജി അവിടെ അധികാരത്തിലിരിക്കുന്നതുകൊണ്ടാണ് ഇത് നടപ്പാക്കാൻ കഴിയാത്തതെന്നാണ്. കേന്ദ്രത്തിൻ്റെയാണ്. അതെ, അല്ല, സ്ഥലമെടുപ്പിൻ്റെ ഇഷ്യൂ ഉണ്ട് ഇത് കെട്ടുന്നതിൻ്റെ. അതാണ് പ്രധാനമായിട്ടും അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിനിടയിൽ അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് അത് കെട്ടുക എന്നുള്ളതാണ്, അത് പണിയുക എന്നുള്ളതാണെന്നാണ്. അപ്പോൾ അത് പണിയുന്നതോടൊപ്പം ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ട ആളുകളുടെ അവരുടെ ഐഡൻറ്റിറ്റി എന്താണ് നൗഫലിനി? അവർ വോട്ടവകാശം നിഷേധിക്കപ്പെട്ട അവസാന ഘട്ടത്തിൽ വന്ന് ഈ 27 ലക്ഷം പേരുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അവർക്ക് അവർ 2002 ലിസ്റ്റിൽ പേരില്ലാഞ്ഞിട്ടല്ല.
അവർ 2025 വോട്ട് ചെയ്യാഞ്ഞിട്ടല്ല, അവർക്ക് ആധാർ കാർഡ് ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ അച്ഛന്മാരോ അമ്മാവന്മാരോ മുത്തച്ഛന്മാരോ ഒന്നും ഇവിടെ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യാഞ്ഞിട്ടല്ല. എന്താണ് കാരണം? ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനം വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരത്തെറ്റ് മുതൽ ഈ ഏജ് ഡിഫറൻസ് ഇല്ലേ, മക്കളുടെ ഏജ് ഡിഫറൻസും അതുപോലെ തന്നെ ആ ഏജ് ഡിഫറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാക്കി എല്ലായിടത്തും ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് ആ ഡിസ്ക്രിപ്പൻസി വരുന്ന സ്ഥലങ്ങളിൽ അത് കറക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. ബംഗാളിൽ അത് ഉപയോഗിച്ച് ആളുകളെ പുറത്താക്കുകയാണ് ചെയ്തത്. അതിന് AI ടെക്നോളജി വരെ ഉപയോഗിച്ചു. അപ്പോൾ അത് വെച്ച് ആളുകളെ പുറത്താക്കുകയാണ് ചെയ്തത്, ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടുന്ന് എത്ര കണ്ട ആളുകളെ പരമാവധി പുറത്താക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ 2023 ഓൾറെഡി അസമിൽ ആ റിവിഷൻ നടന്നു കഴിഞ്ഞു. അതിന് തുടർച്ചയായിട്ടാണ് നമ്മൾ NRC പോലുള്ള സംഗതികളിലേക്ക് അവിടെ പോയതും ഒക്കെ കണ്ടു. നമ്മൾ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് നടപ്പാക്കുന്നതോടുകൂടി ഈ ബോർഡർ ജില്ലകളിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന മുർഷിദാബാദ് തൊട്ടുകൊണ്ട് 24 പർഗാനാസ് നോർത്ത് ആൻഡ് സൗത്ത് വരുന്ന ജില്ലകൾ, അതുപോലെ തന്നെ പിന്നെ മാൽഡ തുടങ്ങിയ ജില്ലകൾ വരുന്ന ഏതാണ്ടൊരു വലിയ തോതിൽ മൊത്തത്തിൽ അത് ഞാൻ മനസ്സിലാക്കുന്ന 44 കോൺസ്റ്റിറ്റ്യുവൻസി വരെയുണ്ട് ആ തീരദേശ ജില്ലകളിലെ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ അതിൽ മുഴുവൻ ആ ഭാഗത്താണ് ഇവർ തമ്പടിക്കുന്നതും ഇവർ ജീവിക്കുന്നതും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ പുറത്താക്കിയിരിക്കുന്നത് മുർഷിദാബാദിലാണ്. എന്താണ് കാര്യം? മുർഷിദാബാദ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ പുറത്തായിട്ടുള്ളത്. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇത് അവരെ ഇവിടുന്ന് പുറത്താക്കുക, അടിച്ചോടിക്കുക എന്നുള്ള, തുടച്ചു നീക്കുക എന്നുള്ള പദ്ധതിയാണ് അവിടെ. അപ്പോൾ അസമും ബംഗാളും പിടിക്കുന്നതിലൂടെ ആദ്യം നടക്കാൻ പോകുന്നത് അതാണ്. നമ്മൾ കാണേണ്ടത് ഫാസിസത്തിൻ്റെ ആദ്യത്തെ എന്താ പറയുക നേരിട്ടുള്ള ചുവടുവയ്പ്പുകൾ, നിയമനിർമ്മാണം അല്ലെങ്കിൽ ഭരണഘടനയുടെ ദുരുപയോഗം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പാർലമെൻ്ററി രീതിയിലുള്ള നടപ്പാക്കലുകൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നേരിട്ടുള്ള ഒരു പദ്ധതി അവർ ആദ്യം നടപ്പാക്കാൻ പോകുന്നത് അസമിലും ബംഗാളിലുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പായിട്ട് ഈ വിജയം അവിടെ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. SIRൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ വിധി എന്താണ് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.